നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടത് വിശ്വസിക്കും, നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുക്കേണ്ട 10 പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കുറുന്തോട്ടിക്കും വാദമോ എന്ന് ചോദിക്കത്തില്ലേ? അതാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത് കേട്ടോ. കാരണം ഓരോ ദിവസവും ഓരോ ക്രീമുമായിട്ട് വന്നുകൊണ്ടിരുന്ന എന്താ പറയുക, വ്ളോഗറായിരുന്നു. ഇതിട്ടാ വെളുക്കും, അതിട്ടാ വെളുക്കും, ഇങ്ങനെ വെച്ചാൽ നിങ്ങളുടെ കണ്ണിങ്ങനെ ഇരിക്കും, ഇതിട്ടാൽ നിങ്ങളുടെ ചുണ്ട് ചുമന്ന് തുടുക്കും, ഇതിട്ടാൽ നിങ്ങളുടെ കറുത്ത നിറം വെളുത്തതാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു ഈ മൈ വേ ബൈ കല്യാണി. അപ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ച ഒരു അബദ്ധം അത് വീഡിയോയിലൂടെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് പറ്റിയ അബദ്ധമല്ല, ഒരു വ്യാജ ക്ലിനിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ക്രീമുമായിട്ട് വരുന്ന മൈ വേ ബൈ കല്യാണിക്ക് അറിയില്ലായിരുന്നോ സ്വന്തം മുഖത്തുണ്ടാവുന്ന പാടിന് സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നോ? അതറിയാത്തത് കൊണ്ടാണോ ഒരു വ്യാജൻ്റെ അടുത്ത് പോകേണ്ടി വന്നത്? ഒറിജിനൽ ഡോക്ടറുമല്ല, ഒരു വ്യാജൻ്റെ അടുത്ത് തന്നെ പോയി നല്ല 8ൻ്റെ പണി മേടിച്ചിട്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി വ്ളോഗർ. കുറച്ച് നാൾ മുന്നേ കുറേ ഇങ്ങനെ ബ്യൂട്ടി ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരുപാട് ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാർക്ക് റിവ്യൂ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർ സംശയം ചോദിക്കും, ചേച്ചി ഇന്ന് ഇതിടാൻ പറയും, നാളെ വേറെ ക്രീമുമായിട്ട് വരും, ഞങ്ങൾ ശരിക്കും ഏതാണ് യൂസ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഏതാണ് നല്ലതെന്നൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഈ ഫോളോവേഴ്സ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അവർക്ക് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുകയല്ല, അവർ ദേഷ്യപ്പെട്ട് അവരോട് ചൂടായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബ്യൂട്ടി ടിപ്സുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് കോണ്ടൻ്റാണ്. ഇന്നിട്ടിട്ട് അവർക്ക് നാളെ വേണ്ടേ, അത് തന്നെ കൊണ്ടുവന്നിടാൻ പറ്റുമോ? അപ്പോൾ അവർ വേറൊരു ക്രീമായിട്ട് വരും. അവർ റിവ്യൂ പറഞ്ഞിട്ട് വേണം അവർക്ക് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനാണ് ഈ മാറി ഓരോ പ്രോഡക്റ്റും പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല ഇവരാരും ഈ വീഡിയോസ് ഇടുന്നത്. പിന്നെ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം ഞങ്ങളുടെ സലൂണിലൊക്കെ വരുന്ന ഓരോരുത്തരും നമ്മുടെ അടുത്ത് തന്നെ ടിപ്സ് ചോദിച്ചിട്ട് അവർ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, വ്യക്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് പലരും ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യ ടൈമിലൊക്കെ ബ്യൂട്ടി ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഞാൻ അത് തന്നെ നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീം ഇടുന്ന, നാളെ നമ്മൾ വേറൊരു ക്രീം ഇടുന്ന, അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് കൺഫ്യൂഷൻ ആകും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പരിപാടി അങ്ങ് നിർത്തി. കാരണം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിശ്വസിച്ചിട്ട് വരുന്ന അവരെ നമ്മൾ ചതിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊക്കെ നാച്ചുറൽ ടിപ്സുകളാണ്. അത് ഇപ്പോൾ ഇന്ന് ഇത് ചെയ്തിട്ട് നാളെ അത് ചെയ്തിട്ട് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും മൈ വേ ബൈ കല്യാണി ഈ ഓരോന്ന് മാറി മുഖത്തിട്ടപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ഷൻ മൂലം ഇതുപോലെ പാടുകളും ഒക്കെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റാണ്. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിലേക്കാണ് ഇത്രയധികം നമ്മൾ മാറി ക്രീമുകൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാനാണെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ ആ ഒരു ക്രീം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാനൊരു ക്രീമിട്ട്, നാളെ വേറൊരു ക്രീമിട്ട്, മറ്റന്നാൾ വേറൊരു ക്രീമിട്ട്, ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് റിയാക്ഷൻ നമ്മുടെ സ്കിന്നിൽ കാണിച്ചു തുടങ്ങും. ഉടനെ അല്ല, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ബ്യൂട്ടി ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുന്ന മൈ വേ ബൈ കല്യാണിക്കും ഒരു പണി കിട്ടി, 8ൻ്റെ പണി. ഈ ക്രീമുകളെല്ലാം വാരിത്തേച്ച് അവസാനം പുള്ളിക്കാരിക്ക് മുഖത്ത് പാടുകളായി. അങ്ങനെ പാടുകളായപ്പോൾ സ്വന്തമായിട്ട് അപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അറിയാൻ വയ്യാത്ത ബ്യൂട്ടി വ്ളോഗർ
ചെന്ന് പെട്ടതോ ഒരു വ്യാജ ഡോക്ടറുടെ മുന്നിൽ, ഒരു വ്യാജ ക്ലിനിക്കിൽ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇത് ഒറിജിനലാണോ, ഇത് ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടറാണോ എന്നൊന്നും നോക്കാതെ, അതിന് പോലും കഴിവില്ലാതെ ആ ഡോക്ടറുടെ മടിയിൽ അങ്ങോട്ട് കൊണ്ട് തല വെച്ചിട്ട് ഇപ്പോൾ ക്ലിനിക്കിനെതിരെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ ബ്യൂട്ടി ടിപ്സൊക്കെ കൊടുക്കാൻ കഴിവുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അറിയില്ലായിരുന്നോ? അതും പോട്ടെ, നല്ലൊരു ഡോക്ടറെ കാണാനുള്ള ഒരു കഴിവുമില്ലായിരുന്നോ? അതുമില്ല. ഇവർ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇവർ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടത്തി അതിന് ശേഷം ബില്ല് തന്നില്ല, ബില്ല് പകുതി ഇത് കാണിച്ചുള്ളൂ, കള്ളത്തരം കാണിച്ചു എന്നൊക്കെ ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ആദ്യമേ അറിയത്തില്ലായിരുന്നു, ഈ ട്രീറ്റ്മെൻറ്റിനെല്ലാം ശേഷമാണ് ഇതറിയുന്നത്. സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിലോ ഇനി മറ്റെവിടെ ആയിക്കോട്ടെ നമ്മൾ പോയി നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് ബില്ലാണ് അവർ ആദ്യം തരുന്നത്. ആ ബില്ല് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പണം അടയ്ക്കുന്നത്. ഇവരിതിനകത്ത് പറയുന്നത് ബില്ലിനെക്കാട്ടിലും കൂടുതൽ പണം വാങ്ങിച്ചു, ബില്ലിലുള്ളത് നോക്കിയിട്ട് ആ പണം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണമായിരുന്നു. ഈ ബില്ല് കണ്ട് പണം അടച്ചതിന് ശേഷമാണല്ലോ നമുക്ക് സാധനം തരുന്നത്, മരുന്നായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്ക് തരുന്നത്. അപ്പോൾ ഇവർക്ക് അത് വാങ്ങിക്കാതെ അതിനകത്ത് പന്തികേടുണ്ട് എന്ന് തോന്നിയിട്ട് വാങ്ങിക്കാതെ പോരാമായിരുന്നല്ലോ, ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ ബില്ല് വാങ്ങിച്ച് അത് നോക്കി പണവും അടച്ച് സാധനവും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കേടില്ലേ? ആയാലും ഒരുപാട് ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. കാരണം ഇവർക്ക് ബില്ല് കൊടുത്തില്ലെന്നോ ബില്ല് ചോദിച്ചിട്ട് തന്നില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഈ ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഓരോരോ ക്രീമുകൾ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ പരീക്ഷിക്കരുത്. നിങ്ങൾ ശരിക്കും നല്ല ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സലൂണിൽ പോയിട്ട് അവരുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങളൊരു ക്രീമുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രീമുകൾ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഇന്നൊരു ക്രീം വാങ്ങിച്ച് അതിനുശേഷം പിന്നെ നിങ്ങൾ നാളെ ഒരു ക്രീം വാങ്ങിച്ച് അതിനുശേഷം നിങ്ങൾ മറ്റന്നാൾ ഒരു ക്രീം വാങ്ങിച്ച് ഇങ്ങനെ മാറി മാറി ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് തന്നെയായിരിക്കും പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കെണികളിൽ നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ ബ്യൂട്ടി ടിപ്സുകൾ ചെയ്യുന്ന വ്ളോഗേഴ്സ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഇന്നിടുന്ന ക്രീമല്ല നാളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, മറ്റന്നാൾ നിങ്ങളെ അങ്ങനെയല്ല പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, അവർക്കൊരു പ്രോബ്ലം വന്നിട്ട് അവർക്ക് അവരുടെ സ്കിന്നിനെ സംരക്ഷിക്കാനോ കെയർ ചെയ്യാനോ സാധിച്ചിട്ടില്ല, അവർ മറ്റൊരാളുടെ സഹായം ചോദിച്ചു പോയി, അത് ഒരു വ്യാജൻ്റെ അടുത്ത്, ഒരു വ്യാജ ഡോക്ടറുടെ അടുത്ത്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങളുടെ സ്കിൻ കാണാതെ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് റിവ്യൂ ചെയ്ത് പറയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കെണിയിൽ ചെന്ന് പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.